ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എസുബി. ഇന്ന് നമ്മളൊരു പിക്നിക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 4-5 ഫാമിലി എല്ലാവരും കൂടി സഹത്തിൽ റിസോർട്ട് എടുത്തിട്ട് ഒരു ഡേ അടിച്ച് പൊളിക്കുക എന്നുള്ള പ്ലാനാണ് കേട്ടോ. മക്കൾക്കൊരു എൻജോയ്മെൻറ്റും നമുക്കൊരു റിലാക്സൊക്കെ ആണല്ലോ. ലൈഫ് ഇവിടേക്കാണ് എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാമല്ലോ എന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയത്. അങ്ങനെ ഇതേ മക്കൾക്ക് കളിക്കുന്ന സ്ലൈഡ്, നമുക്ക് ഇതാ സ്വിമ്മിങ് പൂള്, ഫോട്ടോ എടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഇതേ പുറത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റിയ വ്യൂവിൽ ഇരിക്കാൻ പറ്റിയ ഊഞ്ഞാല, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. മക്കൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് റാഹത്തായിരുന്നു ഇവിടെ കേട്ടോ. കളിക്കാൻ നമുക്ക് ഗേറ്റ് കൂടിയിട്ട് തന്നെ നമുക്ക് അവിടെ അയച്ചു വിടാൻ പറ്റിയൊരു സൗകര്യമൊക്കെ ഉണ്ടായിട്ടോ. നല്ലപോലെ എൻജോയ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് സംതൃപ്തിയാണല്ലോ. അങ്ങനെ അവൾക്കുള്ളതൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈറ്റിലേക്കുള്ളതൊക്കെ പ്ലാൻ ചെയ്യലും ആക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മക്കൾ കളിച്ചിട്ട് വെയിലൊന്നും അവർക്ക് പ്രശ്നമില്ല. അവരെ എൻജോയ് ചെയ്യുന്ന സമയം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ എനിക്കൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഈ വീട്ടിലുണ്ടായിരുന്ന 2 വലിയ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ വലിയ റൂമായിട്ട് എല്ലാ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഓപ്പൺ കിച്ചണാണ് കേട്ടോ വീട്ടിലുള്ളത്. അടിപൊളിയാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ. ഇത് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന വ്യൂ ആണ് കേട്ടോ. ഗ്ലാസ്സിനുള്ളിൽ കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കഴിയും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലൊക്കെ അടിപൊളത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാനൊക്കെ കഴിയുന്ന രീതിയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗേൾസൊക്കെ കൂടി ഔട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോയി നമ്മളെല്ലാവരും എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ തിരിച്ചെത്തുമ്പോഴേക്ക് മക്കൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്നുള്ള സമയമായിരുന്നു പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അത് അവൾ കാലൊക്കെ ഇട്ട് കളിച്ചപ്പോഴേക്ക് കേസ് പറഞ്ഞു മമ്മ എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റി തരുമോ, ലെറ്റ്സ് ഗോ ഐ എം റെഡി എന്ന് പറഞ്ഞാൽ അവൾ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടാലോ. അങ്ങനെ യേസുവിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ യേസു തണുത്ത് പറിച്ച് വെള്ളത്തിൽ നിന്ന് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളൊക്കെ ഫ്രഷ് ആക്കി നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കാലൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മക്കളപ്പുറത്ത് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വരക്കിട്ട് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ പ്രത്യേക ഒരു രസമാണല്ലോ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കമൻറ്റൊക്കെ കേട്ട്. പിന്നെ ചിക്കൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ചിക്കൻ കുറച്ചും കൂടി ഒക്കെ ഇട്ടു, മസാല കുറച്ചും കൂടി ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുഞ്ചിട്ടിട്ടോ എന്ന് പറഞ്ഞ പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ മസാലയൊക്കെ തേച്ച് ഞങ്ങൾ അടിപൊളിയൊക്കെ സുന്ദര കുട്ടപ്പനാക്കിയ ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാനുള്ള പ്ലാനിൽ നമ്മൾ പടക്ക പൊട്ടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ച് ഇതിപ്പോഴേക്കും ചിക്കനൊക്കെ ചുട്ട് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ചിക്കനൊക്കെ ചുട്ട് നമ്മളെല്ലാവരും അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഗെയിം എന്താ കളിക്കാനുള്ള പ്ലാനിൽ യൂനോ ഒക്കെ കളിച്ച് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടാറ്റാ ബൈ പറഞ്ഞു പോകണം. ഇത്രയേ ഉള്ളൂ, ബൈ.